ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 8.23 ബില്യൺ ജനങ്ങളിൽ പകുതിയോളം സ്ത്രീകളാണ്. 400 കോടിയോളം സ്ത്രീ ജനസംഖ്യ ലോകത്തുണ്ട്. അപ്പോൾ സ്ത്രീ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടോ അവരെ അവഗണിച്ചുകൊണ്ടോ ഈ ലോകത്ത് ഒരു വളർച്ചയും പുരോഗതിയും ഒരു ആദർശവൽക്കരണവും ഒരു മത സന്ദേശത്തിൻ്റെ പ്രചരണവും ഒന്നും നടക്കുകയില്ല. നമുക്കറിയാം, 12-ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്പിൽ വലിയ ചർച്ചയായിരുന്നു സ്ത്രീ അവർ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ, അവർ വെറും പുരുഷനെ സേവിക്കാനുള്ള വസ്തു, ഒരു ഉപഭോഗ വസ്തു മാത്രമല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ഒരു പരിഗണനയും സ്ത്രീകൾക്ക് നൽകിയിരുന്നില്ല. 1938 വരെ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയിരുന്നില്ല ഒരിടത്തും. ഭാര്യമാരെ വിൽക്കാനുള്ള അനുമതി വരെ 1900 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ രാജ്യത്ത് ഈ കേരളക്കരയിൽ തന്നെ മാറുമറക്കാൻ പോലും ഉള്ള അവകാശം നൽകാതെ അവരെ എന്തോ ഒരു പാഴ്വസ്തുവായി, തനിക്ക് വേണ്ടി ജീവിക്കേണ്ടുന്ന ഒരു പാഴ്വസ്തു മാത്രമായി പരിഗണിച്ചിരുന്ന കാലം അതൊന്നും വലിയ ദൂരമൊന്നുമല്ല. ഏറ്റവും പുതുതായി നമുക്കറിയാം, സിനിമാ ഫീൽഡിലുള്ള കുറേ വാർത്തകൾ, അവിഹിതങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ തന്നെ അവിടെ വെച്ച് പറയുകയും ചെയ്തത്, ഈ സിനിമാ ലോകത്ത്, കലാലോകത്തെ ഉന്നതന്മാരായ ആളുകൾ സ്ത്രീകളെ വെറും ശരീരമാത്ര വസ്തുക്കളായിട്ടാണ് കാണുന്നത്. അവരുടെ അവകാശങ്ങൾക്കും അഭിമാനത്തിനും ഒരു വിലയും നൽകുന്നില്ല. ആരാണ് ഈ ഫീൽഡിലെ, ഈ മേഖലയിലെ ഏറ്റവും ഉന്നതരെന്ന് കണക്ക് കൂട്ടുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്ത് ഇക്കാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, സ്ത്രീകൾ കുറെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർ പഴയതുപോലെ ഒതുങ്ങി മിണ്ടാട്ടമില്ലാതെ കഴിയുന്ന ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയൊക്കെ വേണമെന്ന് ഉറക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. അവരുടെ മറ്റൊരു ലോകം അവരുടെ ഫാഷൻ, ഗ്ലാമർ ജീവിതമാണ്. തനിക്കും അവകാശങ്ങൾ വേണമെന്ന ആ ആവശ്യത്തിലൂടെ അവർ സ്വയം കരുത്താർജിച്ചുകൊണ്ട് വളർന്നു വരുന്നൊരു കാലഘട്ടമാണിത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷനുമായി ചില വ്യത്യാസങ്ങൾ, ചില പ്രകടമായ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. വലിയ പഠനങ്ങളൊക്കെ അത് വിളിച്ചു പറയുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കുക എന്നുള്ളതും കുഞ്ഞിനെ മുലയൂട്ടുക എന്നുള്ളതും സ്ത്രീയിൽ മാത്രം സവിശേഷമായി കണ്ടുവരുന്ന മൂലവത്തായ സ്വഭാവമായിരിക്കെ, അത്തരം ഘട്ടങ്ങളും ഒരു ഭൗതിക ലോകത്തെ പണത്തോടുള്ള, സ്വാതന്ത്ര്യത്തോടുള്ള അമിതമായ ആസക്തി മൂലമുണ്ടാകുന്ന ഇടപെടലുകളും കൊണ്ട് സ്ത്രീകൾ രണ്ട് രീതിയിലും മാനസിക സമ്മർദ്ദത്തിന് ഇടയായിക്കൊണ്ടിരിക്കുന്നു, വഴിപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണെന്ന്. പുരുഷനെ പോലെ ജോലി ചെയ്ത് അധ്വാനിച്ച് കുടുംബത്തെ പോറ്റി ഏറെക്കുറെ സംതൃപ്തമായ ജീവിതം നയിക്കാൻ സ്ത്രീകൾക്ക് കഴിയാതെ വരുന്നു. അവർ പല രീതിയിലും പീഡിപ്പിക്കപ്പെടുന്നു. അവർ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ, അവർ ജോലിക്ക് വേണ്ടി നടത്തുന്ന യാത്രകൾ, അവരുടെ രാത്രി സഞ്ചാരങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർ ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരുന്നു. അവർക്ക് ചുറ്റും കഴുകന്മാർ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുക. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ലോകത്ത് പുരുഷനും സ്ത്രീയും പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എவ்விധത്തിലായിരിക്കണം ഇവർ പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായും ലോകം തിരിച്ചറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു വിഭാഗത്തിന് മാനസികമായ സംഘർഷങ്ങളും ടെൻഷനുകളും ജോലിഭാരം കൂടുതൽ നൽകിയും കൊണ്ടുള്ള ജീവിതമാവരുത്
മറിച്ച് എല്ലാവർക്കും ഒരുപോലെ സമാധാനിക്കാനും ആശ്വസിക്കാനും സംതൃപ്തി അടയാനും അവസരം നൽകിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനുള്ള പൂംവഴി എന്താണ്? സ്ത്രീകൾ ഇന്ന് ആവശ്യപ്പെടുന്നത് പോലെ സർവ്വസ്വാതന്ത്ര്യം, സമത്വം എന്നുള്ളത് ഇതിനുള്ളൊരു പോംവഴിയേ അല്ല. കാരണം അവരുടേതായ ചില ശാരീരിക ഘടനയിലെ പരിമിതികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭധാരണവും പ്രസവവും അടക്കമുള്ള ഘട്ടങ്ങളുമൊക്കെ തരണം ചെയ്ത് അവർക്ക് ഒരിക്കലും പുരുഷനെ പോലെ ഉയർച്ചയിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. അപവാദമായ ചില സ്ത്രീകളൊക്കെ ഉണ്ടാവാം, എന്നാൽ പുരുഷനെ പോലെ അത്രത്തോളം വിപുലമായ രീതിയിൽ മാനസികമായ സംതൃപ്തിയും വളർച്ചയും പുരോഗതിയും ഒന്നും അത്രത്തോളം കൈവരിക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നില്ല. ഇസ്ലാം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പുരുഷനെയും സ്ത്രീയെയും കാണുന്നത്? വളരെ മർമ്മപ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. എന്തുകൊണ്ടെന്നാൽ പുതിയ കാലത്ത് ഇത്തരത്തിൽ ആളുകൾ വിഭജിക്കപ്പെട്ടുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയ വലിയ അന്തരം പല രീതിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് ആലോചിക്കുമ്പോൾ മുന്നിൽ വരേണ്ടുന്ന വലിയൊരു കാര്യമാണ്, വലിയൊരു സന്ദേശമാണ് ഇസ്ലാം എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. ഒരാത്മാവ് അല്ലെങ്കിൽ അത് ഒരു കുഞ്ഞ് സ്ത്രീയാവണോ പുരുഷനാവണോ എന്ന് തീരുമാനിക്കുന്നത് പടച്ചവനാണ്. പടച്ചവന്റെ ഇഷ്ടമനുസരിച്ച് സ്ത്രീയായും പുരുഷനായും ഈ ഭൂമി ലോകത്ത് പിറന്നു വീഴുന്നവർക്ക് പടച്ചവന്റേതായ അനുഗ്രഹം നിറയെ ലഭിക്കേണ്ടതുണ്ട്. പടച്ചവൻ കൊണ്ടുവന്ന നിയമത്തിൽ അവർക്കൊക്കെയും സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്, സുരക്ഷിതത്വം ലഭിക്കേണ്ടതുണ്ട്. എല്ലാ ജീവിവർഗങ്ങളിലും ഇണകളുണ്ട്, എല്ലാ ജീവിവർഗങ്ങളിലും. അപ്പോ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ആണും പെണ്ണും എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രകൃതിയുടെ വളർച്ചയ്ക്കും വിഭവ സമാഹരണത്തിനും ഉന്നതിക്കുമൊക്കെ അത്യാവശ്യമായിരിക്കെ അവർ യോജിച്ചു നിൽക്കുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. അവർ രണ്ട് വിഭാഗമായി വേർതിരിഞ്ഞ് അകന്ന് തന്നിഷ്ടമനുസരിച്ച് ജീവിക്കേണ്ടവരല്ല, അവർ യോജിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും മാന്യമായ രീതിയിലാണ് പരിഗണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പ്രവാചകന്റെ വചനത്തിലൂടെയും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെയും മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. തന്നിഷ്ടമനുസരിച്ച്, തോന്നിവാസമനുസരിച്ച്, തന്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന ധാരണയിൽ ഒരിക്കലും സ്ത്രീയെ കണ്ടുപോകരുത്. പടച്ചവനെ സൂക്ഷിക്കണേ. ഏറ്റവും മാന്യമായ രീതിയിലേക്കായിരിക്കണം അവരെ പരിഗണിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന സമയത്ത് പോലും പറഞ്ഞു. നമുക്കറിയാം, ഒരു ഉമ്മയുടെ സ്ഥാനം, മകളുടെ സ്ഥാനം, സഹോദരിയുടെ സ്ഥാനം, ഭാര്യയുടെ സ്ഥാനം, ഇവക്കൊക്കെയും വ്യത്യസ്തങ്ങളായ ദൗത്യ നിർവഹണം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം പറയുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിന് വേണ്ടിയാണ്, ആശ്വാസത്തിന് വേണ്ടിയാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം കൂടുതൽ കരഗതമാവാനുള്ള വഴിയാണ് ഇണയോടൊപ്പമുള്ള ജീവിതം, വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം എന്നുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ പടച്ചവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തരികയും ചെയ്തു. അതൊക്കെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 19-ാം നൂറ്റാണ്ടിലുമൊക്കെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ഒരിക്കലും ഇസ്ലാം വെച്ച് പുലർത്തുന്നില്ല. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു. ഒരേ ആത്മാവിൽ നിന്നാണ്
പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യാസം, ഒരു അകൽച്ച, ഒരു ഏറ്റക്കുറച്ചിലുകൾ അവർക്കിടയിൽ ഉണ്ടാവരുത് എന്ന് ഖുർആൻ നിർദ്ദേശിക്കുകയാണ്. ഒരേ ആത്മാവിൽ നിന്ന് തന്നെ നിങ്ങളെ സൃഷ്ടിക്കുകയും ഇതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൻ നഹ്ൽ, മൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബാ. ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക്, ആണാവട്ടെ പെണ്ണാവട്ടെ, നാം നൽകുന്നതാണ്, അള്ളാഹു നൽകുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം അവർക്ക് നൽകുകയും ചെയ്യും. സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ പടച്ചവന്റെ തൃപ്തിലാക്കാക്കിക്കൊണ്ട് പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് തുല്യമായ രീതിയിലുള്ള പ്രതിഫലമാണ് അവിടെയും ലഭിക്കുക. ദുനിയാവിലവരെ തുല്യതയോടെ പരിഗണിക്കണം. നാളെ ആഖിറത്തിലും പടച്ചവൻ പുരുഷന്റെ നമസ്കാരത്തിന് ഒരു കൂലി, സ്ത്രീയുടെ നമസ്കാരത്തിന് ഇത്തിരി കുറഞ്ഞ കൂലി അല്ല. അങ്ങനെയല്ല, അവരുടെ തഖ്വ, അവരുടെ മനസ്സനുസരിച്ച് അവർക്ക് തുല്യമായ രീതിയിൽ പ്രതിഫലം തഖ്വയാണ് അടയാളം. ഏറ്റക്കുറച്ചിലുകൾക്ക് ഹേതുവായി തീരുക സ്ത്രീയാണോ പുരുഷനാണോ എന്നതല്ല, ഒരേ രീതിയിൽ പരിഗണിക്കും. മാതാപിതാക്കളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ലാ തഅബുദൂന ഇല്ലല്ലാഹ്. പടച്ചോൻ ഇസ്ലാം ലോക ജനതയ്ക്ക് മുമ്പാകെ സമർപ്പിച്ച ഏറ്റവും വലിയ, ഏറ്റവും ഒന്നാമത്തെ ആദർശം അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന ശുദ്ധമായ തൗഹീദ്, കറയില്ലാത്ത തൗഹീദ്. ആ തൗഹീദ് ഖുർആൻ നിരന്തരം ആവർത്തിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ലാ തഅബുദൂന ഇല്ലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുതേ. വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. രണ്ടാമതായി പറയുകയാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. സൂറത്തുൽ നിസായിൽ പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം. തുടർന്ന് രണ്ടാമത് എന്താ പറയുന്നത്? വബിൽ വാലിദൈനി ഇഹ്സാനാ. നല്ല നിലയിൽ മാതാപിതാക്കളോട് വർത്തിക്കണം. നല്ല നിലയിൽ മാതാപിതാക്കളോട് വർത്തിക്കണം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കലിമത്ത് തൗഹീദ് പ്രഖ്യാപിച്ച് രണ്ടാമത് പറയുന്നത് മാതാപിതാക്കളെ എങ്ങനെ പരിഗണിക്കണമെന്ന പാഠമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുകയാണ്, അല്ലാ തുശ്രികൂ ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അവനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിൽ കാണാം, നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ആയത്താണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്ര അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരിൽ അഥവാ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ച് ക്ഷീണിതരായി അവശരായി അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ തളർന്ന ഘട്ടത്തിൽ അവരെ നീ ശകാരിക്കരുത്, അവരെ നീ തുറച്ചു നോക്കരുത്, അവരെ നീ ഭയപ്പെടുത്തരുത്. അവർക്കോട് ഏറ്റവും നന്മയോടെ നീ വർത്തിക്കണം. ഛേ എന്ന് പോലും പറയല്ലേ. മാന്യമായി തന്നെ ആയിരിക്കണം. അവരോട് പറയേണ്ടത് ഇങ്ങോട്ടൊന്നും കിട്ടാത്ത അവസ്ഥയിൽ പോലും അങ്ങോട്ട് നൽകിക്കൊണ്ടിരിക്കണം മാതാപിതാക്കളോട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനെ, മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി.
എൻ്റെ ഏറ്റവും നല്ല പെരുമാറ്റം, അല്ലെങ്കിൽ ഞാൻ പെരുമാറുന്നത് ഏറ്റവും നന്നായിട്ട് ആരോടായിരിക്കണം? ആരാണ് അതിന് അർഹതപ്പെട്ടത് എൻ്റെ ഏറ്റവും നല്ല പെരുമാറ്റത്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക. നമുക്കറിയാവുന്നതാണ്, ഒരുപാട് തവണ കേട്ടതാണ്, നിന്റെ ഉമ്മയോട്. അപ്പോ ആ സഹാബി ചോദിക്കുകയാണ്, സുമ്മമൻ, പിന്നെ ആരോടാ പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞു, ഉമ്മുക. മൂന്നാമതും പ്രവാചകൻ പറഞ്ഞു, ഉമ്മുക. രണ്ടാമതും മൂന്നാമതും കൂടി പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അബൂക്ക. നാലാമതാണ് പിതാവിനോട് എന്ന് പറഞ്ഞത്, ബാപ്പയോട് എന്ന് പറഞ്ഞത്. ഉമ്മയുടെ സ്ഥാനം പിതാവിനേക്കാൾ 3 ഇരട്ടി സ്ഥാനം മാതാവിന് നൽകിയിരിക്കുകയാണ് ഇസ്ലാം. മാതാവിന് നൽകിയിരിക്കുകയാണ്. അങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. തൗഹീദ് ഉൾക്കൊണ്ടവൻ രണ്ടാമതായി നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ്. ഇക്കഴിഞ്ഞ നാളിൽ ഒരു സിനിമാക്കാരൻ കേട്ടുകാണും നിങ്ങളൊക്കെ. അയാൾ പറയുകയാണ്, എൻ്റെ മകൾ, ഞാൻ പഠിപ്പിച്ചു വലുതാക്കിയ എൻ്റെ മകൾ എന്നോട് മിണ്ടുന്നില്ല. അവള് ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യത്താണ്, ഫോൺ ചെയ്യാറില്ല, വിവരം അന്വേഷിക്കാറില്ല. മകളെ പോറ്റി വളർത്തിയ ഒരു പിതാവിന്റെ രോദനം, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നടന്റെ രോദനമാണത്. ഈ അടുത്ത ദിവസമാണത് കണ്ടത്. അയാൾ തന്നെ പറയുകയാണ്, ഒരു നാടക നടി സ്വന്തം അമ്മയോടൊപ്പം ഇവിടെ ഈ ഒരു അനാഥാലയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഒരു വൃദ്ധസദനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ഇപ്പോഴും കഴിയുകയാണ്. എന്താ കാരണം? അവരുടെ ഭർത്താവും മക്കളും ഈ മാതാവ്, വൃദ്ധയായ അവശയായ തളർന്നുപോയ ഈ മാതാവിനെ അവഗണിക്കണം എങ്കിൽ നിനക്ക് ഞങ്ങളോടൊപ്പം ജീവിക്കാം, അല്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് പോകുമെന്ന് പറഞ്ഞപ്പോ മാതാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭർത്താവിനെയും മക്കളെയും ഒഴിവാക്കിക്കൊണ്ട് ഈ വൃദ്ധസദനത്തിൽ കഴിയുകയാണ് എന്നും അയാൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യമൊന്നുമല്ല, വളരെ അപൂർവമായി നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് വാർത്തകൾ നിത്യേനയെന്നോണം വരികയാണ്. മാതാപിതാക്കളുടെ സ്വത്ത് കവർന്നുകൊണ്ട് അവർ തെരുവിൽ വലിച്ചെറിഞ്ഞ വാർത്ത ഈ അടുത്താണുണ്ടായത്. അതൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തേ? ഇവരുടെ മനസ്സിൽ മാതാവിനോടും പിതാവിനോടും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന ചിന്ത വളർന്നു വരാതെ പോയത് പടച്ചവൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയായ ഒരാളുടെ കുടുംബവും മാതാപിതാക്കളും വേദനിക്കുകയില്ല, പ്രയാസപ്പെടുകയില്ല. ഇനി ഭാര്യയെ കുറിച്ചാണ് പറയുന്നെങ്കിൽ പ്രവാചകൻ പറയുകയാണ്, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. ഇവിടെ പറയുന്ന ആ അവസാന സമയത്ത് ആ പ്രവാചകൻ പറയുന്നത്, സ്ത്രീകളെ കുറിച്ച് നല്ല ഉപദേശം സ്വീകരിക്കണം. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്. നിങ്ങൾക്ക് അവളെ അള്ളാഹുവിന്റെ അമാനത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ അമാനത്തായിട്ടാണ് നിങ്ങൾ ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമാനത്ത് ഒരാളുടെ ഒരു വസ്തു, ഒരാൾ ഏൽപ്പിച്ച ഒരു കാര്യം, അത് ഏറ്റവും സൂക്ഷ്മമായി നിർവഹിക്കണം. ഖുർആൻ ഒരുപാട് വശത്ത് പറയുന്നുണ്ട്. അമാനത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചില്ലെങ്കിൽ അവൻ അക്രമിയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നഹു കാന വലൂമൻ ജഹൂല എന്ന് അമാനത്ത് കൃത്യമായി കൈകാലാത്ത സമൂഹത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടതാണ് ഭാര്യ. ആ ഭാര്യയെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് ഒപ്പം ഉണ്ടാവണമെന്ന് പ്രവാചകൻ പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവർ അവരുടെ ഭാര്യയോടും കുടുംബത്തോടും, അവരുടെ ഭാര്യ ഉൾപ്പെടുന്ന കുടുംബത്തോട് ഏറ്റവും നന്നായി നിൽക്കുന്നവനാ. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വ അന ഖൈറുക്കും ലി അഹ്ലി. ഞാൻ ഏറ്റവും നന്നായി എന്റെ ഇണകളോട്, ഭാര്യമാരോടും കുടുംബത്തോടും നിൽക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ പറയാം. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് ഭാര്യമാരോടുള്ള ബാധ്യതകൾ എന്തല്ല? പ്രവാചകൻ പറയാണ്, നീ ഭക്ഷിക്കുമ്പോ അവളെയും ഭക്ഷിപ്പിക്കുക. നീ വസ്ത്രം ധരിക്കുമ്പോ അവളെയും ധരിപ്പിക്കുക. അവളുടെ മുഖത്ത് അടിക്കരുത് കേട്ടോ, അവളെ വഷളാക്കരുത് കേട്ടോ.
കിടപ്പറയല്ലാതെ ഏതെങ്കിലും നീരസമോ പ്രശ്നമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അവളെ അകറ്റി നിർത്തരുത് കേട്ടോ എന്ന് പ്രവാചകൻ കൽപ്പിക്കുകയാണ്. മുഖത്തടിക്കരുത്. ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു അടിയോ ഒരു ശകാരമോ ഉണ്ടായാൽ പോലും അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അവരെ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും മർദ്ദിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവളെ വഷളാക്കരുത് എന്ന് പറയുന്നു. ആളുകൾക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ വഷളാക്കരുത് ഭാര്യയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിനിയോട് കോപിക്കരുത്. അവളിൽ ഒരു സ്വഭാവം അവൻ വെറുത്താൽ തന്നെയും മറ്റു പല സ്വഭാവങ്ങളും അവന് ഇഷ്ടപ്പെടുന്നതായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം, ഏതെങ്കിലും ഒരു സമീപനം നമുക്ക് വെറുപ്പായി ഇഷ്ടമില്ലാത്ത രീതിയിൽ തോന്നിയാലും മറ്റൊരുപാട് സമീപനങ്ങൾ നല്ല രീതിയിൽ തോന്നാൻ അവസരമുള്ളത് കൊണ്ട് തന്നെ അവളെ ഒരിക്കലും അവളോട് കോപിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉപദേശങ്ങൾ നൽകുകയാണ്. അക്കൂട്ടത്തിൽ ഭർത്താവിനോട് നിൽക്കേണ്ടുന്ന സമീപനം, പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനോട് പറയുകയാണ്, നീ ഭർത്താവിനോട്, പ്രവാചകനായ ഭർത്താവിനോട് തർക്കിക്കരുത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, എന്റെ ഭാര്യ അവൾ എന്നോടല്ലാതെ പിന്നെ ആരോടാ തർക്കിക്കുക? ഒരു തർക്കത്തിന്റെ പേരിൽ അകറ്റി നിർത്തേണ്ടവളാവരുത് ഭാര്യ എന്ന്. പരസ്പരം സംതൃപ്തി അവർ തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് രണ്ടുപേർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക. നിങ്ങളിൽ ഏറ്റവും മാന്യൻ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുക്കും ഖുൽഖാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർത്തിയായ ആൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. എന്നിട്ട് പറയാണ്, ഖിയാറക്കും മിൻ നിസായിക്കും. എന്താ ഏറ്റവും നല്ല സ്വഭാവം? ഏറ്റവും നല്ല സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്നത് അതിൽ ഉത്തമർ, ഏറ്റവും നല്ല സ്വഭാവമുള്ള അവരിൽ ശ്രേഷ്ഠരായ ആളുകൾ സ്വന്തം ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. പ്രവാചകൻ പറഞ്ഞു, ഒരു സ്ത്രീ മരിച്ചു, വഹിയ റാദിയൻ സൗജിഹാ, അവളുടെ ഭർത്താവിന് അവളോട് പരിപൂർണ തൃപ്തിയും ഇഷ്ടവുമുള്ളതായിരിക്കെയാണ് അവൾ മരിച്ചതെങ്കിൽ ദഖലൽ ജന്ന, അവൾ സ്വർഗാവകാശിയാണ്. പരസ്പരം ഇഷ്ടത്തോടെ, പരസ്പരം സ്നേഹത്തോടെ ആയിരിക്കണം കഴിയേണ്ടത് ഭാര്യയും ഭർത്താവും. ഇനി മക്കളാണെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു സലാസു ബനാത്തിൻ ഔ സലാസു അഖ്വാത്തിൻ ഫഅഹ്സന സുഹ്ബതഹുന്ന വത്തഖല്ലാഹ ഫീഹിന്ന ഫലഹുൽ ജന്ന. ആർക്കെങ്കിലും 3 പെൺമക്കളോ അല്ല 3 സഹോദരിമാരോ ഉണ്ടെങ്കിൽ, പെൺമക്കൾ മാത്രമല്ല സഹോദരിമാരെ സംരക്ഷിക്കേണ്ടതും വിദ്യാഭ്യാസം നൽകേണ്ടതും അവരെ വിവാഹം കഴിച്ചേക്കേണ്ടതും പിതാവില്ലെങ്കിൽ രക്ഷിതാവില്ലെങ്കിൽ സഹോദരന്മാരാണ് എന്ന പാഠവും കൂടിയാണിത്. ആർക്കെങ്കിലും 3 പെൺമക്കളോ 3 സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ പരിപാലിക്കുക, അവരെ വളർത്തുക, ഭക്ഷണം നൽകുക, വസ്ത്രം നൽകുക, വിദ്യാഭ്യാസം നൽകുക, നല്ലൊരു ഇണയെ കണ്ടെത്തുക. ആ രീതിയിൽ ചെയ്താൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ ഫലഹുൽ ജന്ന, അങ്ങനെ വളർത്തിയ സഹോദരൻ, വളർത്തിയ മാതാപിതാക്കൾ അവർ സ്വർഗത്തിലാ. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയാൽ നമ്മൾ സ്വർഗത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളോടുള്ള സ്നേഹം നമുക്കറിയാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രവാചകൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമായിരുന്നു മകളെ. വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു തമ്മിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ് മരണപ്പെട്ടു. അങ്ങനെ കുളിപ്പിക്കുകയാണ്. സ്ത്രീകളാണ് കുളിപ്പിക്കുന്നത്, പ്രവാചകൻ കുളിപ്പിക്കാൻ പോയിട്ടില്ല. ഒരു പിതാവിന് മകളെ, പ്രായപൂർത്തിയായ മകളെ കുളിപ്പിക്കാനൊന്നും പറ്റൂല. പിതാവ് കുളിപ്പിച്ചിട്ടില്ല, പുറത്തു നിൽക്കുകയാണ്. അങ്ങനെ കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോ പുതക്കാനൊരു മുണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ധരിച്ചു കൊണ്ടിരിക്കുന്ന മുണ്ടാണ് എടുത്തു കൊടുത്തത്. കഫൻ പുടവ എന്നൊക്കെ പറഞ്ഞ് പുതിയ ഡ്രസ്സ് തന്നെ, പുതിയ വസ്ത്രം തന്നെ മേടിച്ചു കൊണ്ട്
പുതക്കണമെന്നൊന്നും മതം പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രവാചകൻ ധരിക്കുന്ന മുണ്ടാണ് സ്വന്തം മകളുടെ കഫം പുടവയായി നൽകിയിരിക്കുന്നത്. ഞാൻ ധരിച്ച എൻ്റെ മുണ്ടുമായി എൻ്റെ മോള് ആഖിറത്തിലേക്ക് പോവട്ടെ, സ്വർഗത്തിലേക്ക് പോവട്ടെ എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. സ്നേഹമാണത്, ഇഷ്ടമാണത്. അങ്ങനെ പരസ്പരമുള്ള ഇഷ്ടം അതിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു പ്രവാചകൻ. ഭാര്യയായാലും മകളായാലും ഉമ്മയായാലുമൊക്കെ ഏറ്റവും പവിത്രമായ സ്ഥാനമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വിധവകൾക്കും ദരിദ്രർക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് വിധവ. കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചു പോയാൽ വിധവ പലപ്പോഴും അരുക്കാണ്. പലപ്പോഴും ഒരു ചൂലിന്റെ സ്ഥാനമേ പല വീടുകളിലും പല സമൂഹങ്ങളിലും ലഭിക്കുന്നുള്ളൂ. പരിഗണിച്ചു പ്രവാചകൻ. വിധവയെ പരിഗണിക്കുന്നവൻ അവർക്ക് യുദ്ധത്തിൽ, ഇസ്ലാമിക യുദ്ധത്തിൽ, ജിഹാദിൽ പ്രവർത്തിക്കുന്നതിന്റെ തുല്യമായ അവകാശം ഇസ്ലാം നൽകുകയാണ്. ഇപ്പൊ സ്ത്രീ ആരാവട്ടെ, ദുനിയാവിൽ ജീവിക്കുന്ന സ്ത്രീ ആരാവട്ടെ, അവരെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിച്ച മതമാണ് ഇസ്ലാം. ഭൗതിക പ്രബദ്ധതയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവർ കൂടി മനസ്സിലാക്കണം, ഇത്രമാത്രം ദുനിയാവിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കുടുംബത്തോടൊപ്പം സമാധാനപൂർവ്വം ജീവിക്കാനുള്ള ഏറ്റവും മേന്മയേറിയ സന്ദേശം ഇതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയണം. ജോലിക്ക് പോകണ്ടെന്നോ പഠിക്കണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. പഠിക്കണം, നന്നായി പഠിക്കണം. ജോലി ആവശ്യമാണെങ്കിൽ ജോലി ചെയ്യണം. ഇക്കാലത്തൊക്കെ ജീവിച്ചു പോകാൻ ചിലപ്പോൾ ഒരാളുടെ ശമ്പളം കൊണ്ടൊന്നും കഴിഞ്ഞുകൊള്ളണമെന്നില്ല, വേണം. പക്ഷേ ഇവിടെ കുടുംബം എന്ന സുഭദ്രമായ കയറിൽ കെട്ടിക്കിടന്നുകൊണ്ടായിരിക്കണം അവർ ജീവിച്ചു പോകേണ്ടത്. തന്നിഷ്ടപ്രകാരം ഭർത്താവ് വേണ്ട, മക്കൾ വേണ്ട, മാതാപിതാക്കളെ നോക്കാൻ സമയമില്ല. അങ്ങനെ 24 മണിക്കൂറുമല്ല തന്റെ സമയം മുഴുക്ക ജോലി പൈസ എന്നിടത്തല്ല ഒരു സ്ത്രീ ഉണ്ടാവേണ്ടത്, മനുഷ്യൻ ഉണ്ടാവേണ്ടത്. മാതാപിതാക്കളെ സംരക്ഷിക്കണം, മക്കളെ പരിപാലിക്കണം, മക്കളെ വളർത്തണം. എന്തിനാ? അതൊക്കെ നാളെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം നേടാനുള്ള വഴികളാണ്. മാതാവിനെ സംരക്ഷിക്കുന്നതും മക്കളെ സംരക്ഷിക്കുന്നതും ഭാര്യയെ സംരക്ഷിക്കുന്നതും സ്വർഗം നേടാനുള്ള വഴികളാണ്. അത് സ്ത്രീക്കും പുരുഷനും സ്വർഗം നേടാനുള്ള വഴികളാണ്. അപ്പൊ ആ വഴിയിലൂടെ ഉള്ള സഞ്ചാരം മാത്രമേ ഈ ലോകത്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷം മനുഷ്യന് നൽകുകയുള്ളൂ. നാളെ പരലോകത്ത് പടച്ചവന്റെ തൃപ്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അത് മാത്രമേ വഴിയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.